ചതുരൻ ചതുർമുഖൻ ചതുർമുഖൻ സ്വർഗം തുടർന്നു കടലിലൊരു സ്വർഗം വിടർന്നു മൗനമൊഴുക്കം പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് ഫോറം മാളിന് സമീപമുള്ള ട്രിബ്യൂട്ട് റോയൽ എന്ന ഹോട്ടലിന് മുന്നിലാണ്. ഇവിടെ നമ്മുടെ ഒരുമ്പട്ടവൻ എന്ന സിനിമയുടെ പ്രമോഷൻ നടക്കുകയാണ്. നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങളൊന്ന് കാണാം. പുതുപ്പള്ളി മാങ്ങാനം സ്വദേശിയായ സുജീഷ് ദക്ഷിണകാശി നിർമ്മിച്ച് സുജീഷും ഹരിനാരായണൻ കെയും കൂടെ സംവിധാനം ചെയ്യുന്ന ഒരുമ്പട്ടവൻ എന്ന സിനിമയുടെ പ്രമോഷനാണ് ട്രിബ്യൂട്ട് റോയൽ എന്ന ഈ ഹോട്ടലിൽ വെച്ച് നടക്കുന്നത്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അഭിനയിച്ച നടീനടന്മാരടക്കം, അതുപോലെ ചാനലുകൾ, എറണാകുളത്തുള്ള മുഴുവൻ ചാനലുകളും ഇവിടെയുണ്ട്. ഫ്ലവേഴ്സ്, മനോരമ, ഏഷ്യാനെറ്റ് അടക്കം എല്ലാവരും ഇവിടെയുണ്ട്. നമുക്കിവിടെ മൂവിയുടെ പ്രമോഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം. അതോടൊപ്പം തന്നെ സിനിമയ്ക്കകത്തില്ലാത്ത കുറച്ച് രസകരമായ മുഹൂർത്തങ്ങൾ ഇവിടെ വെച്ചുണ്ടായി. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കാണാം. ഇൻ്റർവ്യൂവിൻ്റെ ഇടവേളകളിൽ സംഗീതവും നർമ്മവും ചാലിച്ച കുറച്ച് രസകരമായ മുഹൂർത്തങ്ങൾ നമുക്കൊന്ന് കാണാം. കോടതി, വക്കീല്, കള്ളസാക്ഷികൾ, അമ്മാരെ എന്റെ കണ്ണുവെട്ടത്തങ്ങനെ കിട്ടണം. എട്ടാം തീയതി അവനാണ് തീർക്കും. നീ അന്ന് ഈ കാണുന്നതല്ല ശരിക്കുള്ള കേളു, അത് മനസ്സിലാക്കി. എന്ത് വർത്താനാണ് പറയണേ? നീയൊക്കെ അവരെ കണ്ടാ മുള്ളൂ. അപ്പനൊരുത്തിനും പേടിയില്ല. ഇവിടെ കൊണ്ടങ്ങ് നിർത്തിക്കണം. നിന്നെ ഞാൻ മെസ്സേജ് കാണിച്ചപ്പോ നീ എന്നാടാ മൈൻഡ് ചെയ്യാൻ? ശരിക്കും പപ്പം കണ്ടില്ല. എടാ വർക്കണ മീനിന്ന് ഇച്ചിരി കിട്ടാമല്ലോ പോലടാവേ. അങ്ങോട്ട് ചെന്നാ മതി, അഭിസമി മടലും കൊണ്ടടിക്കും. ഞാൻ ഉദ്ഘാടനം ചെയ്ത എല്ലാ പ്രസ്ഥാനങ്ങളും മുകളിലേക്ക് പോയ ചരിത്രമേ ഉള്ളൂ. നീ എന്നടി വിളിച്ചാ എടുക്കാത്ത? കൂലിയില്ലാത്ത പണിക്ക് നമ്മളില്ലേ? നമുക്ക് അവനെ ജനാധിപത്യപരമായി നേരിടാം, ഇല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടാം. കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. നോ നോ നോ, ഐ കാൻ അലൗ ദിസ്. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഈ ജോസഫ് ചാണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. തനിക്കെന്തോ പോലീസുകാരെ കാണുമ്പോ എത്ര പുച്ഛം. മെപ്പലിന് ഇപ്പോഴും വിലക്കുറവൊന്നുമില്ല സാറേ. ആർക്കാണ് അവനെ പൊട്ടിക്കണ്ടേ? പോലീസ് ഈ അനാസ്ഥ തുടർന്നാൽ ഞങ്ങൾക്ക് ചില കടുത്ത നിലപാടുകൾ എടുക്കേണ്ടി വരും. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് നീ അങ്ങനെ രക്ഷപ്പെടില്ല. അല്ലേ? നേരത്തെ കണ്ടേ, വളരെ സന്തോഷം. എവിടെ വന്നായിരുന്നേ? ഇവിടെ വന്നായിരുന്നു അതോ? ഞങ്ങൾക്ക് ഇവിടെ പരിപാടി ഉണ്ട്. ശരി. മോജോ മോട്ടോഴ്സിന്റെ ഉദ്ഘാടനമാണ്. അതിന്റെ പരിപാടിക്കുണ്ട്. ഇവിടെ അതുകൊണ്ട് ആദർശക്ക ഐ
നമ്മുടെ അബാബില്ല, അബാബല്ല, അബാബ് നമ്മളെ ലുലു കഴിഞ്ഞേക്കുണ്ടല്ലോ, ലുലു കഴിഞ്ഞേക്ക് ഒരു ഹോട്ടലില്ലേ അബാബ് പറഞ്ഞ്, അതിൻ്റെ അവിടെ അബാദ് അബാദ് അബാദല്ലേ അബാദ് അതല്ല വലുതല്ല, ചെറുത്. ആ ലുലുവിൻ്റെ തൊട്ടടുത്ത് തന്നെ കഴിയും, അവിടെ അടുത്ത് തന്നെ. നമ്മുടെ അല്ലുവായിട്ട് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലു അർജുനായിട്ട്. അല്ലു പൊളിയല്ലേ? അതെ അതെ. ഞങ്ങൾക്ക് പോകണം, അവിടെ നിന്ന് പരിപാടിയുണ്ട്. ഇവിടെ ഒരു സിനിമയുടെ തിരക്കുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് കയറിട്ടോ ജസ്റ്റ്. ഇതൊന്ന് ഇറങ്ങണമെങ്കിൽ വല്ല പൊളിയാണ്, കാരണം നല്ല നിങ്ങളൊക്കെ കൊണ്ടുപോയതുകൊണ്ട്. അപ്പോൾ പുതിയ സ്റ്റാർട്ടിങ് ആണല്ലോ, ഇതുവരെ എല്ലാവിധ ആശംസകളും നേരിടാണ്. നമ്മളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. ഇതാണ് ഇതിനകത്തെ മെയിൻ കഥാപാത്രം. ഇത് സൗമ്യ, നമ്മുടെ റീൽസിലെ താരം, അറിയോ? സൗമ്യ മാവേലിക്കര. കൽക്കണ്ട നമ്മുടെ മാമുക്കോയ. ഇത് ഞങ്ങൾ എപ്പോഴും കോണ്ടാക്റ്റിലുള്ള ആൾക്കാരാണ്. തന്നെ ഇതിനുണ്ടോ? അത് കയറുന്ന പരിപാടി നോക്കിട്ട് കാര്യമുള്ളത്, ചവിട്ടി കൂട്ടൊരു ഭാഗത്തിട്ട് അല്ല തോളിലൊക്കെ എത്തിട്ട പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞാലും വെച്ച് കുഴപ്പമില്ല, തോളല്ല ഞങ്ങളെ തലമീ ഞാൻ കഞ്ചപ്പ് പറഞ്ഞു. ഞങ്ങളിവിടെ പരിപാടിയുണ്ട്, ആദർശക്കാർ കോഴിക്കോട്ടാണ് പരിപാടി. ഞങ്ങൾ ഇങ്ങാന്നുള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് ഇല്ലേ? ഇതാ അജുണ്ടൊപ്പേ ഇല്ല, ഫാമിലി ഇല്ല, നമ്മളൊക്കെ ഇതിനകത്ത് തകർപ്പൻ വേഷ ചെയ്തിരിക്കുന്നത്, തകർപ്പൻ വേഷ ചെയ്തിരിക്കുന്നത്. ആരും ആരും കുറച്ച് മോശമാണ്. കോഴിക്കോട് ഓർമ്മ പ്രായമായില്ല, ഇപ്പോഴും ചെറുപ്പം തന്നെയാണ്. മൂപ്പരേന്റെ കഥയില് ഗോപി പാഞ്ഞാളി, ഇതില് പാഞ്ഞാളിയല്ലേ? പാഞ്ഞാളി നമ്മളോട് പറഞ്ഞതില് ഇവിടെ പാഞ്ഞാളെന്ന് പറയുള്ളൂ, നമ്മളവിടെ പാഞ്ഞാളി എന്ന് പറയും. അല്ല, പാഞ്ഞാളി ഓടിക്കോളി എന്നൊക്കെ പറയില്ലേ? നമ്മളോട് ഓടിക്കാളി എന്നൊക്കെ പറയില്ലേ? പാഞ്ഞാളി ഓടിക്കോളി എന്നൊക്കെ പറഞ്ഞു. വണ്ടിക്കളി ആ പാഞ്ഞാളിയാണ്. അള്ളാന്ന് പറഞ്ഞിട്ട് തന്നെ ഒളിഞ്ഞു പോകും. പഠിപ്പിച്ചിട്ട് പോയാൽ മതി. അള്ളാ
അങ്ങനല്ല അള്ളാ ഇൻഷ അല്ല അല്ലാതെ പൊന്നാറ അത് പഠിപ്പിച്ചത് ഇതാക്കണേ മാമുപ്പയാണ് അത് കയ്യിലിട്ട് കൊടുന്ന് പോയാൽ മതി. ഇപ്പൊ എന്തായാലും എല്ലാവരും ആശംസിക്കും തന്നെ പഠിച്ച പാട്ടിന്റെ താലേക്ക് കുറെ വരിയുണ്ട് മൂപ്പര് പറഞ്ഞ മനസ്സിലായി അതെ ഞങ്ങൾ മൂപ്പര് അറിയില്ല മാളെ എന്റെ കഥ ഏതൊരു പെട്ടോ ഞാൻ ആ കഥ ചോദിച്ചത് അന്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ 2 വർഷം എത്ര വർഷം പള്ളിയിലോട്ട് പിന്നെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് പിന്നെ ഒരു പെട്ടവില്ലാത്ത ഒരു പെട്ടോ പാറപ്പോ ഇവളോട് പറഞ്ഞെടുത്താവുന്നേ അച്ഛനാണ് പ്രൊഡ്യൂസർ എന്ന് പറയണ്ട, അച്ഛനാണ് ഡയറക്ടർ എന്ന് പറയണ്ട. അപ്പൊ ആ ലിങ്ക് വരുന്നതാണ്. അപ്പോൾ പിന്നെ അവന് നേരെ പറഞ്ഞതിന്റെ അപ്പുറം കയറി അടിച്ച് അച്ഛനാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോളെ എന്നോടും അച്ഛനും പറഞ്ഞ ഓഡിഷന് അഭിനയിച്ചാന്നൊക്കെ പറഞ്ഞു കയറി അടിച്ചു. കാരണം ആദിമ ചൈതന്യ ആയിരങ്ങളുള്ള ആദിമ ചൈതന്യ ഗഗനാചതുരൻ ചതുർമുഖൻ ചതുർമുഖൻ സ്വർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു മധുരമൊഴുക്കം സംഗീതമേ അമര സലാപമേ ഓംകാരനാദത്തിൽ നിർവൃതി പുൽകിയ മാനവ മാനസം ഓംകാരനാദത്തിൽ നിർവൃതി പുൽകിയ മാനവ മാനസം മുരഹരനുണർന്നു മുരഹരനുണർന്നു സ്വർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു മധുരമൊരു സംഗീതമേ അമര സലാപമേ സംഗീതമേ സാന്നിധ്യ പദമി സംഗീതമേ അമര സലാപമേ സംഗീതമേ സാന്നിധ്യ പദനി സംഗീതമേ ബബ മഗനി ധപ സാനി ധപ ഗരി മഗരി സാനി പദനി സംഗീതമേ ഗരി മഗരി ധരി ധപനി സംഗീതമേ അമര സലാപമേ രിഗ സരി ഗരി നിഗ നിഗ ഗരി ധരി ധരി ധപ ഗരി പദ മവ സരി ധരി ധരി ധ ഭവവിധ സരി സരി ധരി ധനി ധ മഗരി ധരി ധ നിഗ മഗരി ധനി ധരി ധരി ധനി ധപ മഹി ധപ മഗ
സംഗീതമേ അമൃത സലാമേ കാലം കാലം മകളെ ഇനി അകലേ ഓ കൺപീലികൾ കോർത്തു കണ്ണീർ മുത്താരം കാലം കാലം പെയിൻഫുള്ളാണോ മകളൊക്കെ നഷ്ടപ്പെട്ടിട്ടൊക്കെ? പാടി ആവണ മാതിരി പാടിയാൽ ആവണ പാടിയാൽ നെഞ്ചിലൊരാളുടെ കണ്ണീർ അത്ര അറിയത്തുള്ളൂ, ബാക്കി അറിയത്തില്ല. കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, ആ കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി വന്നു. അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.
ഹലോ, വെൽക്കം ടു മൈ സ്റ്റോർ മേക്കേഴ്സ് പ്രസൻസ്. അങ്ങനെ ഇത് നമ്മുടെ കൂടെ ഉണ്ട് ഒരു പെട്ടൻ. അത് പറഞ്ഞിട്ട് കിട്ടിയില്ല. സോ എന്താണ് ഈ ഒരുമ്പെട്ടവൻ എന്ന മൂവി ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചത്? നമുക്കറിയാം അതൊരു എന്തിനും ഏതിനും റെഡി ആയിട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെയാണ് ആ മൂവി ആ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ടൈറ്റിൽ കൊടുക്കാൻ കാരണം? റൈറ്റർ, പ്രൊഡ്യൂസർ. നിങ്ങളിവിടെ കണ്ടത് ചിത്രത്തിൻ്റെ അണിയറ കാഴ്ചകളാണ്. ഇനി ശരിക്കുള്ള കാഴ്ച ജനുവരി 3 നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ സിനിമ എത്തുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഈ ചിത്രത്തിന്.